ഹായ് എവ്രി വൺ, ഇ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെൻസ് എന്താണെന്ന് പരിചയപ്പെടാം. ടെൻസസ് കാലങ്ങൾ. പ്രസൻറ്റ് വർത്തമാനകാലം, പാസ്റ്റ് ഭൂതകാലം കഴിഞ്ഞുപോയ കാലം, ഫ്യൂച്ചർ ഭാവി കാലം വരാനുള്ള കാലം. ഇങ്ങനെ 3 കാലങ്ങളാണ്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓരോന്നിലും സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 വീതം സെൻറ്റൻസുകളാണ് ഉണ്ടാവുക. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പാസ്റ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതുപോലെ തന്നെ ഫ്യൂച്ചറിലും സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓരോന്നിലും 4 വീതം നമുക്ക് ആകെ 12 തരം സെൻറ്റൻസുകളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. പ്രസൻറ്റ് ടെൻസിലും ഈ 4 ഉണ്ടാവും, പാസ്റ്റ് ടെൻസിലും ഈ 4 ഉണ്ട്, ഫ്യൂച്ചർ ടെൻസിലും ഈ 4 ഉണ്ടാവും. ആകെ 12 തരം സെൻറ്റൻസുകൾ ഉണ്ടാവും. ഒന്നുകൂടെ പറയാം. ടെൻസുകൾ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഇങ്ങനെ 3 എണ്ണമാണ്. ഓരോ കാലങ്ങളിലും സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 വീതം സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ആകെ 12 തരം സെൻറ്റൻസുകൾ. ഇന്ന് നമുക്ക് പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ എന്താണെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എവിടെയാണ് ഇതിൻ്റെ ഉപയോഗം? നമുക്ക് നോക്കാം. ഹാബിറ്റ്സ് ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ജനറൽ ട്രൂത്ത്സ് പൊതുസത്യങ്ങൾ. ജനറൽ ട്രൂത്ത്സ് പൊതുസത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ അൺചേഞ്ചിങ് സിറ്റുവേഷൻസ്. റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ അൺചേഞ്ചിങ് സിറ്റുവേഷൻസ്. മാറ്റങ്ങളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, കാലങ്ങളായിട്ട് മാറ്റമില്ലാതെ വരുന്ന പ്രവൃത്തികളെ, സംഗതികളെ പറ്റി പറയാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഹാബിറ്റ്സ് ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ജനറൽ ട്രൂത്ത്സ് പൊതുസത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ അൺചേഞ്ചിങ് സിറ്റുവേഷൻസ് കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന പ്രവൃത്തിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഹാബിറ്റ്സ് ശീലങ്ങൾ. നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ പോവാറുണ്ട്, ഞാൻ എന്നും കോഫി കഴിക്കാറുണ്ട്, ഞാൻ സ്കൂളിൽ പോവാറുണ്ട്, ഇങ്ങനെയുള്ള പതിവ് ശീലങ്ങൾ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അതിരാവിലെ എഴുന്നേൽക്കുന്നു, നേരത്തെ ഉറങ്ങുന്നു, ഇങ്ങനെയൊക്കെയുള്ള പതിവ് ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ജനറൽ ട്രൂത്ത്സ് പൊതുസത്യങ്ങൾ എന്ന് വെച്ചാൽ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, പക്ഷികൾ പറക്കുന്നു, ഇങ്ങനെയുള്ള പൊതുസത്യങ്ങൾ ഇവ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റഡ് ആക്ഷൻസ് ഓർ അൺചേഞ്ചിങ് സിറ്റുവേഷൻസ് കാലങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ പഠിക്കുകയാണ്, ഞാൻ വർക്ക് ചെയ്യാണ്, അങ്ങനെയുള്ള കാലങ്ങളായി നമ്മൾ തുടർന്ന് പോരുന്ന പ്രവൃത്തിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് ഉണ്ടാവും. ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വേർബ് ഉണ്ടാവും. വേർബ് എന്നാൽ ക്രിയ, പ്രവൃത്തി. വേർബിൻ്റെ
ഒന്നാമത്തെ രൂപം V1 രൂപമുണ്ടാവും. അല്ലെങ്കിൽ V5 അഞ്ചാമത്തെ രൂപം നമ്മൾ പറഞ്ഞിരുന്നു, എസും ഇഎസും ചേർത്ത രൂപം. ഒബ്ജക്റ്റും ഉണ്ടാവും. നമ്മൾ ഇന്നത് കഴിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ കഴിച്ച ആൾ സബ്ജക്റ്റും കഴിച്ചു എന്ന പ്രവൃത്തി വേർബാണ്. കോഫി ആണെങ്കിൽ അപ്പോൾ അത് ഒബ്ജക്റ്റാണ്. പാർട്സ് ഓഫ് സ്പീച്ചിലെ വേർബിനെ കുറിച്ച് പറഞ്ഞ് പഠിക്കാൻ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 രൂപത്തിലാണ് നമ്മളതിൽ പറഞ്ഞത്. V1, V2, V3, V4, V5 ഇങ്ങനെ 5 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. V1 ഗോ എന്ന വേർബിൻ്റെ V1 അഥവാ ഒന്നാമത്തെ രൂപം ഗോ എന്ന് തന്നെയാണ്. V2 went, V3 gone, V4 INGയുടെ രൂപം going, V5 എസും ഇഎസും ചേർത്ത രൂപം ഗോ എന്ന വേർബിൻ്റെത് ഇഎസ് ചേർത്ത രൂപമാണ് goes. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ വേണ്ടത് V1ഉം V5ഉമാണ്. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ V1ഉം V5ഉം തീരുമാനിക്കുന്നത്. V1ലും V5ലും നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നോക്കാം. V1ൽ ഐ ഞാൻ, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, യു സെക്കൻഡ് പേഴ്സൺ, ദേ തേർഡ് പേഴ്സൺ പ്ലൂരൽ, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂരൽ. ഇവയുടെ കൂടെ ഐ യു ദേ വിയുടെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ V1 ആണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഐ യു ദേ വി ഇവയുടെ കൂടെ V1 ഉപയോഗിക്കുന്നു. V5 ഉപയോഗിക്കുന്നത് അഥവാ എസും ഇഎസും ചേർത്ത രൂപം ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറായ ഹീ അവൻ, ഷീ അവൾ, ഇറ്റ് അത് ഇവയുടെ കൂടെയാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ V5 ഉപയോഗിക്കുന്നു. എസും ഇഎസും ചേർത്ത രൂപം ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ V5 ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. ഐ യു ദേവിയുടെ കൂടെ V1ഉം ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ V5ഉം ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. V1ൻ്റെ കൂടെ എസും ഇഎസും ചേർത്ത രൂപമാണ് V5. അത് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രം ഉപയോഗിക്കുന്നു. V1ഉം V5ഉം സബ്ജക്റ്റിൻ്റെ കൂടെ ചേർത്ത രൂപങ്ങൾ നോക്കാം. ഐ ഡ്രിങ്ക് കോഫി ഞാൻ കോഫി കഴിക്കാറുണ്ട്. യു ഡ്രിങ്ക് കോഫി നിങ്ങൾ കോഫി കഴിക്കാറുണ്ട്. ദേ ഡ്രിങ്ക് കോഫി അവർ കോഫി കഴിക്കാറുണ്ട്. വി ഡ്രിങ്ക് കോഫി ഞങ്ങൾ കോഫി കഴിക്കാറുണ്ട്. ഐ യു ദേ വി ഇവയുടെ കൂടെ ഡ്രിങ്ക് എന്ന വെബിൻ്റെ V1 രൂപമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഹീ ഡ്രിങ്ക്സ് കോഫി അവൻ കോഫി കഴിക്കാറുണ്ട്. V5 ആണ് യെസ് ചേർത്ത രൂപമാണ്. ഷീ ഡ്രിങ്ക്സ് കോഫി അവൾ കോഫി കഴിക്കാറുണ്ട്. ഇറ്റ് ഡ്രിങ്ക്സ് കോഫി അത് കോഫി കഴിക്കാറുണ്ട്. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ V5 ആണ് ചേർത്തിട്ടുള്ളത്. V1ൻ്റെ കൂടെ എസും ഇഎസും ചേർത്ത രൂപമാണ് V5. ഇവിടെ എസ് ആണ് ചേർത്തിട്ടുള്ളത്. V1ൻ്റെ കൂടെ ഡ്രിങ്ക്, ഐ യു ദേവിയുടെ കൂടെ V1 ഡ്രിങ്ക്, ഹി ഷീ ഇറ്റിൻ്റെ കൂടെ V5 എസ് ചേർത്ത രൂപം ഡ്രിങ്ക്സ്. മറ്റ് സെൻറ്റൻസുകൾ നോക്കാം. മുന്ന ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. മുന്ന ഒരാളാണ്. നമുക്ക് എസും ഇഎസും ചേർത്ത രൂപമാണ് V5 ആണ് ചേർക്കേണ്ടത്.
മുന്ന ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. മുന്ന എന്നും സ്കൂളിൽ പോവാറുണ്ട്. വി ഗോ ടു ജിം എവ്രി സൺഡേ. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ജിമ്മിൽ പോവാറുണ്ട്. ഷീ റീഡ്സ് നോവൽസ്. അവൾ നോവലുകൾ വായിക്കാറുണ്ട്. ഹീ വാച്ചസ് മൂവീസ്. അവൻ മൂവീസ് കാണാറുണ്ട്. ഈ സെൻറ്റൻസിലൊക്കെ നമുക്ക് സബ്ജക്റ്റും വേർബും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ പോലെ V1 V5 ഏതിലൊക്കെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. മുന്ന ഗോസ് ടു സ്കൂൾ എവ്രി ഡേ. മുന്ന എന്നും സ്കൂളിൽ പോവാറുണ്ട്. മുന്ന തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, ഒരാളാണ്. അപ്പോൾ എസും ഇഎസും ചേർത്ത രൂപം V5 ആണ് ചേർത്തിട്ടുള്ളത്. ഗോ എന്ന വേർബിൻ്റെ കൂടെ ഇഎസ് ചേർത്ത് ഗോസ് എന്നാക്കി. വി ഗോ ടു ജിം എവ്രി സൺഡേ. ഞങ്ങൾ പോവാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഗോ എന്നാണ് പറഞ്ഞത്. വിയുടെ കൂടെ V1 ആണ് ചേർക്കുക. വി ഗോ ടു ജിം എവ്രി സൺഡേ. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ജിമ്മിൽ പോവാറുണ്ട്. ഷീ റീഡ്സ് നോവൽസ്. ഷീ അവൾ റീഡ്സ് നോവൽസ്. റീഡ് എന്ന വേർബിൻ്റെ കൂടെ എസ് ചേർത്ത രൂപം V5 ആണ്. ഷീയുടെ കൂടെ V5 ആണ്. ഷീ റീഡ്സ് നോവൽസ്. അവൾ നോവലുകൾ വായിക്കാറുണ്ട്. ഹി വാച്ചസ് മൂവീസ്. അവൻ സിനിമകൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വാച്ചസ് എന്നാണ് ഇഎസ് ചേർത്ത രൂപമാണ് വാച്ച്. അതിൻ്റെ ഇഎസ് ചേർത്ത രൂപം V5 ആണ്. ഹി എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ കൊടുത്തത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കുക, അതിൻ്റെ പാറ്റേൺ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ കൂടുതൽ സെൻറ്റൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.